നിങ്ങളുടെ സിലബസിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. ഫൈൻഡ് ദ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ഓഫ് മെട്രിക്സ്. ഓക്കെ, ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ എഴുതിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ ലെങ്തിയാണ്. നമ്മൾ ഈ സെമ്മിൽ ചെയ്ത ഓൾമോസ്റ്റ് ഒരു 90% കാര്യങ്ങൾ ഈ ഒറ്റ ക്വസ്റ്റ്യനിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വൃത്തിയായിട്ട് പഠിക്കുകയെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല, മുമ്പത്തെ പല ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കി നോക്കാം. 10 സ്റ്റെപ്പായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പുകൾ എഴുതിയിട്ട് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നതൊരു എ എന്ന മെട്രിക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, എ ട്രാൻസ്പോസ് എൻ്റെ ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പണി. അപ്പോൾ ഇതൊരു 3/2 മെട്രിക്സാണ്. അപ്പോൾ ഒരു ഏഗൻ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് സ്ക്വയർ മെട്രിക്സ് ആയാലേ പറ്റുള്ളൂ. അപ്പോൾ എ ട്രാൻസ്പോസ് എ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും സ്ക്വയർ മെട്രിക്സ് ആയി പോയിക്കോളും. ശ്രദ്ധിക്കുക, അത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഉത്തരം മൊത്തം മാറും. എ ട്രാൻസ്പോസ് എന്ന് എഴുതരുത്, എ ട്രാൻസ്പോസ് എ തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കാൻ നമുക്കറിയാം. റോസൊക്കെ കോളായിട്ട് എഴുതിയാൽ മതി. 101 എന്നുള്ളത് 101 1101 എ ട്രാൻസ്പോസ് എഴുതി. ഇനി എ ട്രാൻസ്പോസ് എ കണ്ടുപിടിക്കാം. അതായത് എ ട്രാൻസ്പോസും എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 101 110. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കുക. എ ട്രാൻസ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 മെട്രിക്സ് ആണ്. ഇത് 3/2 മെട്രിക്സ് ആണ്. നിങ്ങൾക്ക് കിട്ടേണ്ടത് 2/2 മെട്രിക്സ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. 1 × 1 2 1 × 1 1 0 × 0 1 × 1 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാനതൊന്നും പറയുന്നില്ല. എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. ഓക്കെ, എന്നിട്ട് അടുത്ത് ചെയ്യേണ്ടത് അതിൻ്റെ ഏഗൻ വാല്യൂസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് കൺഫേം ചെയ്യുക ആയിരിക്കും. അപ്പോൾ അത് ഏഗൻ വാല്യൂസ് കാണാനുള്ള പ്രൊസീജിയർ മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. എന്നിട്ട് അതിൻ്റെ സോൾവ് ചെയ്താലാണ് ഏഗൻ വാല്യൂസ് കിട്ടുക. ഇനി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 2/2 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനൊക്കെ എഴുതാനുള്ള ഒരു എളുപ്പവഴിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് യൂസ് ചെയ്തിരിക്കും ഇവിടെ നല്ലത്. ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ പ്ലസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഓക്കെ, ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നായിരുന്നു. ഇതായിരുന്നു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഫോമാറ്റ് വരിക എന്നുള്ളത്. ഇവിടെ എ അല്ല എ ട്രാൻസ്പോസ് എ ആണെന്ന് മാത്രം. ഓക്കെ, ജനറലായിട്ട് പറഞ്ഞതാണ് ഞാൻ. പക്ഷേ ഇത് ഇങ്ങനൊരു ഫോർമുല നിങ്ങളുടെ സിലബസിലൊന്നും ഇല്ല. എന്നാലും സമയക്കുറവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എ ട്രാൻസ്പോസ് എ മൈനസ് ലാംഡ ആയി എന്ന് എഴുതുക. അതായത് ഇതിൽ നിന്ന് ഇതൊന്നും ഇങ്ങനെ ചെയ്യണമെന്നില്ല. എ ട്രാൻസ്പോസ് എൻ്റെ ഡയഗണൽ എൻട്രീസിലൊക്കെ ഒരു മൈനസ് ലാംഡ കൊടുത്താൽ മതി. ഞാൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. 2112 മൈനസ് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റി മെട്രിക്സിനെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉണ്ടാവുള്ളൂ. ഡയഗണൽ എൻട്രീസിൻ്റെ ഒക്കെ കൂടെ മൈനസ് ലാംഡ വരും. ഇത് ചെയ്ത് പരിചയമുള്ളവർക്ക് പെട്ടെന്ന് കത്തും. ഓക്കെ, എ ട്രാൻസ്പോസ് എ മൈനസ് ലാംഡ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണണം ഇനി. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് എ മൈനസ് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സിൻ്റെ മാറ്റി ഡിറ്റർമിനൻ്റ് വരട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. 2/2 മെട്രിക്സിന് 2 മൈനസ് ലാംഡ 2 മൈനസ് ലാംഡ 2 മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ മൈനസ് 1 × 1 1. നിങ്ങൾ ബ്രാക്കറ്റ് പൊളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചൊക്കെ ചെയ്യുക. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ പ്ലസ് 3 വരും. ഇതൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ കിട്ടുമായിരുന്നു. ലാംഡ സ്ക്വയർ മൈനസ് 4 പറഞ്ഞാൽ ട്രേസ് എളുപ്പമാണ്. ട്രേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എൻട്രീസ് ആഡ് ചെയ്താൽ മതി. 4 ഡിറ്റർമിനൻ്റ് കാണാനും അതെ. ഡിറ്റർമിനൻ്റ് എന്താ വരിക? 2 × 2 4 മൈനസ് 1 3 അല്ലേ? അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുമായിരുന്നു. ഓക്കെ, ഇത് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതിപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് എ മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ ഇത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലേ ആയുള്ളൂ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 0 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ പ്ലസ് 3 = 0 എന്ന് വരും. നിങ്ങൾക്ക് x = -b + or - ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടണം, ആഡ് ചെയ്താൽ -4 കിട്ടണം എന്ന് പറഞ്ഞാൽ -3 -1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. ലാംഡ -3 = 0 ലാംഡ -1 അതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഡ = 3 ലാംഡ = 1 ഏഗൻ വാല്യൂസ് കിട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ലാംഡ = ഞാനിത് ഓർഡർ ഇവിടെ തന്നെ തിരുത്താം, അതാണ് നല്ലത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഓക്കെ എപ്പോഴും വലുത് ആദ്യം എഴുതി ശീലിച്ചോ. ഈ ക്വസ്റ്റനിൽ പ്രത്യേകിച്ച് ലാംഡ = 3 ലാംഡ = 1 ലാംഡ 1 വേണമെങ്കിൽ 1 2 എന്നൊക്കെ പേരൊക്കെ കൊടുക്കാം. ഓക്കെ, എന്തായാലും ഏഗൻ വാല്യൂസ് കിട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. എവിടെയൊക്കെ ചുരുക്കാൻ പറ്റും നിങ്ങൾ ചുരുക്കിക്കുക, കാരണം ലെങ്തിയാണ്. ഇനി ഫൈൻഡ് ദ സിംഗുലർ വാല്യൂസ് ഓഫ് എ. ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിംഗുലർ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സിംഗുലർ വാല്യൂസ് കാണുകയാണെങ്കിൽ ഒരു പണിയില്ല, അതെന്താണെന്ന് അറിയണമെന്ന് മാത്രം. ഇത്രയേ ഉള്ളൂ. സ്ക്വയർ റൂട്ട്സ് ഓഫ് ഏഗൻ വാല്യൂസ് ഓഫ് എ ട്രാൻസ്പോസ്. ഒരു മെട്രിക്സിൻ്റെ സിംഗുലർ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ എ ട്രാൻസ്പോസേ കാണുക, എന്നിട്ട് അതിൻ്റെ ഏഗൻ വാല്യൂസ് കാണുക. നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യമാണത്. അതിൻ്റെ സ്ക്വയർ റൂട്ട്സ് എഴുതി കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ ലാംഡ 1 = 3 അതിൻ്റെ റൂട്ട് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് സിംഗുലർ വാല്യൂ ആയി. ലാംഡ 2 = 1 അതിൻ്റെ സിംഗുലർ റൂട്ട് എഴുതി കഴിഞ്ഞാൽ അടുത്ത സിംഗുലർ. അപ്പോൾ സിംഗുലർ വാല്യൂസ് ഇത്രയേ ഉള്ളൂ.
സിഗ്മ 1 ഈക്വൽ ടു നൊട്ടേഷൻ ശ്രദ്ധിക്കുക കേട്ടോ. സിഗ്മ 1 ഈക്വൽ ടു √3, സിഗ്മ 2 ഈക്വൽ ടു 1. പ്രിഫർ ഡിക്രീസിങ് ഓർഡർ. ആദ്യം വലുത് എഴുതി ശീലിക്കുകയാണ്. ഓക്കെ, അത് ഞാൻ ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ സിംഗുലർ വാല്യൂസ് എഴുതാൻ. ഇവിടെ കിട്ടിയ ഏഗൻ വാല്യൂസിൻ്റെ റൂട്ട്സ്. ശരി, അടുത്ത സ്റ്റെപ്പ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഏഗൻ വാല്യൂസ് കിട്ടിയല്ലോ, അടുത്ത പണി അതിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. 2 ഏഗൻ വാല്യൂ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് λ1 ഈക്വൽ ടു 3ഉം λ2 ഈക്വൽ ടു 1ഉം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഏഗൻ വാല്യൂസിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് പണി തന്നെയുണ്ട്. നമ്മൾ എ ട്രാൻസ്പോസ് എ മൈനസ്, അതായത് ഇപ്പോൾ നമ്മുടെ മെട്രിക്സ് എ ട്രാൻസ്പോസ് ആണല്ലോ, എ അല്ല, എ ട്രാൻസ്പോസ് എ മൈനസ് 3i ചെയ്യുക. അതായത് ഡയഗണൽ എൻട്രീസ് എന്നൊക്കെ 3 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ എ ട്രാൻസ്പോസ് എ മൈനസ് 3i എഴുതി കൊടുത്തു. 3i എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് അതൊക്കെ ഒന്നും പറയുന്നില്ല. അപ്പോൾ 2 - 3 എന്ന് പറഞ്ഞാൽ -1. ഡയഗണൽ എൻട്രീസിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. 2 - 3 അഗെയിൻ -1. അപ്പോൾ എ ട്രാൻസ്പോസ് എ മൈനസ് 3i എന്ന് വരും. എന്നിട്ട് അതിൻ്റെ ഇതിൻ്റെ നൾ സ്പേസിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ അതൊക്കെയാണ്, അല്ലെങ്കിൽ ബേസിസൊക്കെയാണ് ഏഗൻ വെക്റ്റർ. അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങളിത് വെച്ചിട്ട് ഏഗൻ വെക്റ്റർ ഓർഗുനൽ മെട്രിക്സ് എഴുതാം. ഓക്കെ, ഈ മെട്രിക്സിൻ്റെ നൾ സ്പേസിൻ്റെ ബേസിസ് ആണ് നിങ്ങളുടെ ഏഗൻ വെക്റ്റേഴ്സ്. അപ്പോൾ നൾ സ്പേസിൻ്റെ ബേസിസ് കാണാൻ അറിയുമെന്ന് കരുതണം. എന്തായാലും ഇത് വെച്ചിട്ടൊരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി കൊടുക്കുക. എ ട്രാൻസ്പോസ് എ മൈനസ് 3i, അപ്പുറത്ത് 0 0, ഇതിൻ്റെ കൂടെ 2 0 0 എഴുതി കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് അതിനെ റോ റിഡക്ഷൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ സൊല്യൂഷൻ സ്പേസിലേക്കാണ് ഈ പോകുന്നത്. അപ്പോൾ റോ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, 1 0 ഫോമാറ്റിലാക്കുന്ന പരിപാടി. അപ്പോൾ റോസ് ഇൻ്റർചേഞ്ച് ചെയ്യാം. മുകളിൽ 1 കൊണ്ടുവന്നിട്ടുണ്ട്. R1 ഇൻ്റർചേഞ്ചസ് ടു R2 ചെയ്തു. പിന്നെ നമുക്ക് ഇവിടെ 0 ആക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. R2 ചേഞ്ചസ് ടു R2 പ്ലസ് R1 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം 0 ആയിപ്പോവും. ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, റോ റെഡ്യൂസ്ഡ് എക്വലോൺ ഫോം ആയിട്ടുണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് പിവോട്ട് കോളം അല്ലല്ലോ. അപ്പോൾ ആ x2 നമുക്ക് ഫ്രീ വേരിയബിളായിട്ട് എടുക്കാം. x2നെ ഫ്രീ വേരിയബിളായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഈ മെട്രിക്സ് ഇൻറ്റു x1 x2 എന്ന് എഴുതി കൊടുക്കുക. ഇനി ഇവിടെ ഇവനെ വേണ്ട. ഓക്കെ, 1 - 1 0 0 ഇൻറ്റു x1 x2 ഈക്വൽ ടു 0 0 എന്ന് എഴുതി കൊടുക്കുക. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. 1 ഇൻറ്റു x1 x1 -1 ഇൻറ്റു x2 -x2 ഈക്വൽ ടു 0. അതായത് x1 - x2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2, അതായത് x1ന് പകരം നമുക്ക് x2 എഴുതാം. അന്ന് സൊല്യൂഷൻ എങ്ങനെ ആക്കി മാറ്റി എഴുതാം? x1 x2 എന്ന സൊല്യൂഷനെ നമുക്ക് x1ന് പകരം x2 എന്ന് എഴുതി കൊടുക്കാം. x2 എന്ന് വരും. x2 പുറത്തേക്ക് എടുക്കുക. ഇതൊക്കെ നമ്മൾ മുമ്പേ ചെയ്തു, അതുകൊണ്ടാണ് ഫാസ്റ്റായി പറഞ്ഞു പോകുന്നത്. x2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x2 1 1 എന്ന് വരും. അതായത് ഈ വെക്റ്ററാണ് നമ്മുടെ ഏഗൻ വെക്റ്റർ. അതായത് ഏഗൻ വെക്റ്റർ കറസ്പോണ്ടിങ് ടു λ1 ഈക്വൽ ടു 3 ഈസ് 1 1. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പേര് ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ക്യാപിറ്റൽ X1 എന്ന്. സ്മോൾ x1 എന്ന് കൊടുക്കായിരുന്നു, അതായിരുന്നു വേണ്ടിയിരുന്നത്. ക്യാപിറ്റൽ X1 എന്ന് കൊടുക്കാൻ പാടില്ല. ഇവിടെ ഓൾറെഡി സ്മോൾ x1 x2 ഒക്കെ വന്നുകൊണ്ട് കൺഫ്യൂസ് ആവണമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ചെറിയ രീതിയിൽ ക്യാപിറ്റൽ X1 ആയിട്ട് എഴുതിയത്. 1 1 നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഒരു ഏഗൻ വെക്റ്റർ കിട്ടി. ഇതേ പ്രൊസീജിയർ λ2 ഈക്വൽ ടു 1നും ചെയ്യണം. ഫാസ്റ്റായിട്ട് ചെയ്യാം. എ ട്രാൻസ്പോസ് എ മൈനസ് 3i ചെയ്തതിന് പകരം എ ട്രാൻസ്പോസ് എ മൈനസ് 1i ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെട്രിക്സ് ആയി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിന് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക. ഇതൊക്കെ പെട്ടെന്ന് കഴിയും. 1 1 1 1 പിന്നെ 0 0 എഴുതി. നമുക്ക് ഇവിടെ ഓൾറെഡി 1 ആണ്. ഇവിടെ 0 ആക്കാൻ എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്താൽ മതി. R2 ചേഞ്ചസ് ടു R2 - R1 ചെയ്താൽ മതി. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ 0 ആയി പോകും. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, ഇവിടെയും x2 ആണ് ഫ്രീ വേരിയബിളായിട്ട് എടുക്കുക. അപ്പോൾ x1 ഫ്രീ വേരിയബിളായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ x2 എടുത്താൽ മതി. ഓക്കെ, അത് അങ്ങനെ തന്നെ ശീലിച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് നമ്മൾ x1 x2 എന്ന് കൊടുത്തു. വീണ്ടും ഇവിടെ ചെയ്ത അതേ പരിപാടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. x2ന് ഫ്രീ വേരിയബിൾ ആട്ടോ. അപ്പോൾ നമ്മൾ 1 ഇൻറ്റു x1 പ്ലസ് 1 ഇൻറ്റു x2 ഈക്വൽ 0. അപ്പോൾ x1 പ്ലസ് x2 ഈക്വൽ 0 എന്ന് വരും. ഇവിടെ അതെ x2ന് അങ്ങോട്ട് ഉണ്ടാവും. x1 ഈക്വൽ ടു ആക്കി കൊടുക്കുക. അതായത് ബാക്കിയുള്ള ഫ്രീ വേരിയബിൾ അല്ലാത്തവരൊക്കെ ഫ്രീ വേരിയബിൾസിൻ്റെ ടേംസിൽ എഴുതുക. അതാണ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ. അപ്പോൾ x2 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ x1 ഈക്വൽ ടു -x2 എന്ന് വരും. x1 ഈക്വൽ ടു -x2 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൊല്യൂഷൻ x1 x2 എന്നുള്ളതിൽ x1ന് പകരം -x2 എന്ന് കൊടുത്തു. x2 അതുപോലെ തന്നെ എഴുതി. ഫ്രീ വേരിയബിൾസ് മാത്രമേ നമ്മുടെ സൊല്യൂഷനിൽ ഉണ്ടാവാൻ പാടുള്ളൂ. x2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെക്റ്റർ എന്തായി മാറും? -1 1 എന്ന് വരും. അതായത് ഏഗൻ വെക്റ്റർ കറസ്പോണ്ടിങ് ടു λ1 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 1 ആണ്. ഇതിന് ഞാൻ ഒരു x2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് ഇനി ആവശ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2 ഏഗൻ വെക്റ്ററും കിട്ടി. നമ്മളിത് വെച്ചിട്ടൊരു ഏഗൻ വെക്റ്റേഴ്സിൻ്റെ സെറ്റ് എഴുതി. ഇപ്പോഴാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് അല്ലേ, മൂന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുന്നത്. ഐഗൻ വെക്റ്റേഴ്സിൻ്റെ ഒരു കളക്ഷൻ, അങ്ങനെ ഒരു സെറ്റ് ഉണ്ടാക്കി വെച്ചു. ഫസ്റ്റത്തത് 1 1ഉം മറ്റേത് -1 1ഉം. ഇതാണ് നമ്മുടെ ഐഗൻ വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ. ഇതാണ് ലെങ്തി സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നു. ഇനി നാലാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇപ്പോൾ കിട്ടിയ ഐഗൻ വെക്റ്റേഴ്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടല്ലോ, അതിനെ ഓർത്തോനോർമലൈസ് ചെയ്യാം. കാര്യമായിട്ടൊന്നുമില്ല, പേര് മാത്രമേ ഉള്ളൂ. ഓർത്തോനോർമലൈസ് നമുക്കറിയാം. ഓർത്തോഗോണിലാക്കുക, നോർമലൈസും ചെയ്യണം. ഇനി നമ്മൾ പഠിച്ചൊരു തിയറി ഉണ്ട്, അത് യൂസ് ചെയ്യാൻ അറിയുന്നവർക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, സിമെട്രിക് മെട്രിക്സ് അല്ലേ എപ്പോഴും. അത് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമെട്രിക് ആയിരിക്കും കിട്ടുക.
എ ട്രാൻസ്പോസ് എ ഈസ് ഓൾവേസ് സിമെട്രിക് ആയിരിക്കും. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറെൻ്റ് ഐഗൻ വാല്യൂസിൻ്റെ ഐഗൻ വെക്റ്റേഴ്സ് ഓർത്തോഗണലായിരിക്കും. ഒരു തിയറായിട്ട് നമ്മൾ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യും. ഇനി അല്ലെങ്കിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്തോ, ഇത് ഓർത്തോഗണലും ആക്കണം നോർമലൈസും ആക്കണം, ഇതാണ് പണി. അതാണെങ്കിൽ ചെക്ക് ചെയ്തോ, 1 × -1 -1 1 × 1 1. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. എന്തായാലും ഡോട്ട് പ്രോഡക്റ്റ് കാണുമ്പോൾ 0 കിട്ടുന്നുണ്ട്, ചെക്ക് ചെയ്തോ. അപ്പോൾ എന്തായാലും സിമെട്രി മെട്രിക്സ് ആയതുകൊണ്ട് അതിൻ്റെ ഐഗൻ വെക്റ്റേഴ്സ് ഡിഫറെൻറ്റ് ഐഗൻ വാല്യൂസിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് λ3 2/2 ആയതുകൊണ്ട് കുഴപ്പമില്ല. 2 ഐഗൻ വാല്യൂസ് ഉണ്ടല്ലോ. ഫസ്റ്റത്തെ ഇപ്പോൾ λ1 = 3ക്ക് ഒരു 2 ഐഗൻ വെക്റ്ററും 1ന് ഒരു ഐഗൻ വെക്റ്ററും കിട്ടി. അപ്പോൾ മൊത്തം 3 ആവും. അപ്പോൾ നമുക്ക് ഓർത്തോഗണലാണെന്ന് പറയാൻ കഴിയില്ല. ഐഗൻ വെക്റ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഐഗൻ വാല്യൂസ് ഓർത്തോഗണലായിരിക്കുന്നത്. ഇവിടെ ഓരോ ഐഗൻ വാല്യൂസിനും ഓരോന്ന് നിങ്ങൾക്ക് 2/2 തരാൻ ചാൻസ് ഉള്ളൂ. 3/3 ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. കാരണം അതിന് എത്തിക്കൂടില്ല. അപ്പം ഐഗൻ വെക്റ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഐഗൻ വാല്യൂസ് ആണെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അത് ഓർത്തോഗണലാണെന്ന് ഇവിടെ തന്നെ കൺക്ലൂഡ് ചെയ്യാം. അവിടെ പിന്നെ ഓർത്തോഗണലാക്കാനൊന്നും നിൽക്കണ്ട. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാം-ഷ്മിഡിറ്റ് പ്രോസസ്സൊക്കെ വെച്ചിട്ട് ഓർത്തോഗണലൈസ് ചെയ്യണമായിരുന്നു. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓർത്തോഗണലാണ്. ഇനി നോർമലൈസും കൂടെ ചെയ്യണം. നോർമലൈസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിവൈഡ് ബൈ ദെയർ നോം വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഞാൻ x1 x2 എന്ന് പേര് കൊടുത്തത് കാരണം ഇവിടെയൊക്കെ സ്മോൾ ലെറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പം x1ൻ്റെ നോം ഉണ്ട്. ഇതാണ് x1 ആയിട്ട് എടുത്തത്, x2 ആയിട്ട് എടുത്തത്. അപ്പോൾ അതിൻ്റെ നോം കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. x1ൻ്റെ നോം പറഞ്ഞു കഴിഞ്ഞാൽ √1² + 1² √2. x2ൻ്റെ നോം പറഞ്ഞാൽ √-1² + 1², അതും √2. ഇനി ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ പോരെ. ഓക്കെ, ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണിത്, 4ാമത്തത്. ഓക്കെ, ഇവിടെ നിന്ന് കിട്ടുന്ന 2 വെക്റ്റർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ v1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് x1 നോം നമ്മൾ പേര് കൊടുക്കണം കേട്ടോ. v1 v2 കൂടെ നോട്ട് ചെയ്തോ. ഫൈനൽ സ്റ്റെപ്പിൽ ഇവർ ആവശ്യമുണ്ട്. x1 നോം x1, അതായത് 1 1 ആയിരുന്നു, അത് 1/√2 1/√2 ആയി. √2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, x2 നോം x2 പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോം x2 പറഞ്ഞു കഴിഞ്ഞാൽ √2 ആണ്. √2 കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ -1 1 വരുന്നു, -1/√2 1/√2 എന്നായി മാറും. ഓക്കെ, ഇപ്പോൾ ഒരു v1 v2 കിട്ടിയല്ലോ. അതിൻ്റെ പ്രത്യേകത എന്താ? ഇത് നോർമൽ വെക്റ്റർ. അതായത് നോം കണ്ടു കഴിഞ്ഞാൽ 1 കിട്ടുക. അതിന് നോം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിട്ടുക. അപ്പോൾ ഇത് നോർമലും ആണ് ഓർത്തോണലും ആണ്. വിച്ച് ഈസ് ആൻ ഓർത്തോ നോർമൽ സെറ്റ് v1 v2 എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണത്. ഈ v1 v2 നമുക്ക് ഫൈനൽ സ്റ്റെപ്പിൽ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ 4ാമത്തെ സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു പണിയിലേക്ക് പോകുന്നു. നമ്മൾ ഈ സ്റ്റെപ്പും ബൈഹേർട്ടായി പഠിച്ചു വെച്ചോളൂ. AV1 AV2 കാണുക. അപ്പോൾ AV1 ഇതൊക്കെ എവിടെ നിന്ന് കയറിയെന്ന് തോന്നും. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്ന മെട്രിക്സ് v1 v2 നമ്മുടെ തൊട്ട് മുകളിലുണ്ടായിരിക്കും. അപ്പോൾ AV1 AV2 കാണാൻ ജസ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അല്ലാതെ ഒന്നുമില്ല. AV1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന മെട്രിക്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന മെട്രിക്സ് ആട്ടോ. അത് v1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 × 1/√2 + 1 × 1/√2 മൊത്തം 1/√2 + 1/√2 2/√2. 0 × 1/√2 0, 1 × 1/√2 1/√2, 1 × 1/√2 1/√2, 0 × 1/√2 0. അപ്പോൾ 1/√2. അപ്പോൾ AV1 കിട്ടി. അതുപോലെ AV2 കാണാം. v2 തൊട്ട് മുകളിൽ നോക്കി എഴുതിയാൽ മതി അല്ലേ. v2 -1/√2 1/√2 ആയിരുന്നു. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കിട്ടും? AV1 AV2 കാണുക. 5th സ്റ്റെപ്പ് സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി AV1 AV2 ഞാൻ ഒന്നും കൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത പണി ഇത് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ സമയം ഇഷ്ടം പോലെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം. ഇതിങ്ങനെ ആയിരിക്കണം നിർബന്ധമാണ്. നിങ്ങളൊരു σ1 σ2 ഇതിനിടയ്ക്ക് എപ്പോഴോ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? എവിടെയാണാവോ? σ1 σ2 രണ്ടാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? ഈ √3 1 എന്നൊക്കെ. ആ σ1 σ2 ആയിരിക്കണം. ഇതിൻ്റെ നോം നിങ്ങൾക്ക് കാണാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഉണ്ടാവും, ഒരുപാടുണ്ടാവും. അപ്പോൾ നോം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ σ1 ആണ് കിട്ടേണ്ടത്. ഇതിൻ്റെ നോം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ σ2 ആണ് കിട്ടേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സമയം ഉണ്ടെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം, നിർബന്ധമില്ല. ഓക്കെ, നോട്ട് നെസസറി. ശരി, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പാണ് u1 u2. അവിടെ ചോദ്യം ഉണ്ടാവും, എന്താണ് u1 u2 എന്നുള്ളത്. അത് നിങ്ങൾ ബൈഹേർട്ട് പഠിച്ചു വയ്ക്കാൻ തന്നെ വേണം. ബൈഹേർട്ട് പഠിക്കാനൊന്നുമില്ല. ഇപ്പോൾ AV1 AV2 കിട്ടിയില്ലേ, അതിനെ σ1 σ2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വേറെ ഒന്നുമില്ല. ഓക്കെ, AV1 σ1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, AV2 σ2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. AV1 നമുക്ക് തൊട്ട് മുകളിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ σ1 കൊണ്ട് ഡിവൈഡ് ചെയ്യാറുമ്പോൾ 1/σ1 1/√3 ഇൻറ്റു AV1 മുകളിൽ നോക്കി എഴുതിയാൽ 2/√2 1/√2 1/√2 അല്ലേ. √3 എല്ലാത്തിൻ്റെയും താഴെ കൊടുക്കുക. എല്ലാത്തിൻ്റെയും താഴെ ഓൾറെഡി √2 ഉണ്ട്. അപ്പോൾ √3 × √2 √6 ആയി മാറും. എല്ലാം √6 ആയി മാറും, അത്രയേ ഉള്ളൂ. അതേപോലെ u2 കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ബൈഹേർട്ടായി പഠിക്കണേ, u1 u2. ഓക്കെ, AV2ന് σ2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ σ2 1 ആയതുകൊണ്ട് ഒരു പണിയില്ല. 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ ഒന്നും മാറ്റം വരുത്തണ്ട. AV2 തന്നെ ആയിരിക്കും u2. ഓക്കെ, u1 u2 കിട്ടി, കഴിഞ്ഞില്ല.
ഓക്കെ, ഈ സ്റ്റെപ്പ് ശ്രദ്ധിച്ചോ. ഏഴാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള റാഡിക്കൽസ് കണ്ടോ, ഈ ഇടങ്ങറാണ് അറിയാം. ഈ റാഡിക്കൽസ് ഉണ്ടെന്ന്, അതായത് റൂട്ട് ഒക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ റാഡിക്കൽസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതിലത്തെ എല്ലാത്തിൻ്റെയും റാഡിക്കൽ എന്താ, √6 അല്ലേ? അത് റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, √6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. √6 × u1 ചെയ്താൽ മതി. അപ്പോൾ റാഡിക്കൽസ് റിമൂവ് ചെയ്തിട്ട് u1 u2 തന്നെ എഴുതണം കേട്ടോ. നമ്മൾ പിന്നെ പേര് u1 u2 തന്നെ കൊടുക്കണം. വേണമെങ്കിൽ ക്യാപിറ്റലൊക്കെ ആക്കി മാറ്റാം, നിർബന്ധമില്ല. അപ്പോൾ റാഡിക്കൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ √6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും, √6 ഒക്കെ ക്യാൻസലായി പോയിട്ട് 2 1 1 ആയി മാറും. അടുത്തതിന് ഇതിനെ 0 മൈൻഡ് ചെയ്യേണ്ട, താഴെ 2ൻ്റെ √2 അണ്ടറിലുള്ളതുകൊണ്ട് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. √2 × u2 ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും, 0 1 -1. ഇപ്പോൾ കാണാനൊരു ഭംഗിയുണ്ട്, നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. ഓക്കെ, ഇതുകൊണ്ടാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏഴാമത്തെ സ്റ്റെപ്പ് സിമ്പിളാണ്. ആ റാഡിക്കൽസ് റിമൂവ് ചെയ്യാൻ ജസ്റ്റ് ആ റൂട്ട് വാല്യൂ എന്താണോ ഉള്ളത് അതുകൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എട്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ കിട്ടിയ 2 വെക്ടറുകളുണ്ടല്ലോ, അതിൻ്റെ ട്രാൻസ്പോസുകൾ, അത് വിലങ്ങനെ എഴുതിയിട്ട് ഒരു മെട്രിക്സ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ തന്നെ എഴുതണം. കുത്തനെ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുത്തനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 2 കോളംസ് ആണ്. ഓക്കെ, 3 റോ ആണ്, അതായത് 3/2 മെട്രിക്സാണ് കിട്ടുക. അത് പോരാ, നിങ്ങൾ ട്രാൻസ്പോസുകൾ വെച്ചിട്ട് വേണം മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ, ആദ്യം ആ മെട്രിക്സ് എഴുതുക, എന്നിട്ട് ബേസിസ് ഫോർ ഇറ്റ്സ് നൾ സ്പേസ്. വീണ്ടും വരുന്നു നൾ സ്പേസിൻ്റെ ബേസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് തലവേദനയാണ് അറിയാം, പക്ഷേ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ u1 ട്രാൻസ്പോസ് u2 ട്രാൻസ്പോസ്. u1 ട്രാൻസ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ 2 1 1 എന്നുള്ള കുത്തനെ എഴുതിയതിന് പകരം വിലങ്ങനെ എഴുതുക 2 1 1. u2 ട്രാൻസ്പോസ് എന്നുള്ളതും അതെ, 0 1 -1 എന്നുള്ളത് 0 1 -1 എന്ന് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ഇതിൻ്റെ നൾ സ്പേസിനൊരു ബേസിസ് അങ്ങനെയൊന്നും പറയണ്ട, നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതേപോലെ ഓഗ്മെൻറ്റ് മെട്രിക്സ് എഴുതിയിട്ട് സോൾവ് ചെയ്തിട്ട് ഒരു മെട്രിക്സ്, ഒരു വെക്റ്റർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ബേസിസ് ഫോർ നൾ സ്പേസ് കാണാം, അതിൻ്റെ പാരാമെട്രിക് വെക്റ്റർ ഫോമിൽ എഴുതിയിട്ട് അടുത്തൊരു വെക്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക, അങ്ങനെയൊന്നും ആലോചിക്കേണ്ട, നേരത്തെ ഓൾറെഡി നമ്മൾ ചെയ്ത സാധനം തന്നെ. ഓക്കെ, നൾ സ്പേസിൻ്റെ ഇങ്ങനെ നമ്മൾ ഇതാണ് നൾ സ്പേസിൻ്റെ ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു മെട്രിക്സ് ഇക്വേഷൻ എഴുതണു, എന്നിട്ട് അതിൻ്റെ സോൾവ് ചെയ്തിട്ട് പാരാമെട്രിക് വെക്റ്റർ ഫോമിൽ വരുന്ന വെക്റ്റർ, അങ്ങനെ ആലോചിക്കുക വേണ്ട, തലവേദന കൂടുകയേ ചെയ്യുള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ കിട്ടിയ മെട്രിക്സിനെ ഓഗ്മെൻറ്റ് മെട്രിക്സ് ആക്കി കൊടുക്കുക. 0 0 എഴുതിയിട്ട് എക്സ്ട്രാ 0 0 എഴുതി കൊടുത്തിട്ട് ഓഗ്മെൻറ്റ് മെട്രിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് റോ റിഡക്ഷൻ ചെയ്യാം. ആദ്യം 2നെ നമുക്ക് 1 ആക്കി കൊടുക്കാം, /2 ചെയ്താൽ മതി. R1/R2 ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം 1 1/2 1/2 0 എന്നായി മാറും. അടുത്ത ടാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ 0 ആണ്, അപ്പോൾ പണിയില്ല. ഇവിടെ 1 അതും ഓക്കെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വെക്റ്ററാക്കി മാറ്റുമ്പോഴേ സൊല്യൂഷൻ കാണാൻ എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഇവിടെയും കൂടെ എപ്പോഴും ചെയ്യണത് നല്ല കേട്ടോ. ഈ പിവോട്ട് പൊസിഷനിലുള്ള എൻ്റെ മുകളിലുള്ളതും കൂടെ 0 ആക്കി കൊടുക്കണതേ. അപ്പോൾ ഇവിടെ 0 1/2 0 ആക്കാൻ എന്താ ചെയ്യുക, ഇതിൻ്റെ ഹാഫ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. R1 - R2/2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 ആക്കി കൊടുക്കാം. ഇതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കൂടെ ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പാരാമെട്രിക് വെക്റ്റർ ഫോം അല്ലെങ്കിൽ ആ ഒരു വെക്റ്റർ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെയും കൂടെ 0 ആക്കി കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് ഇവിടെയും ചേഞ്ച് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ പിവോട്ട് പൊസിഷൻ നോക്കി, പിവോട്ട് പൊസിഷൻ ഇല്ലാത്ത കോളം ഏതാണ്, 3ാമത്തെ കോളമാണ്. അപ്പോൾ x3നെ ഫ്രീ വേരിയബിൾ ആയിട്ട് എടുക്കാം. ടേക്ക് x3 ആസ് ഫ്രീ വേരിയബിൾ. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ 2 1 1 0 1 -1 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ മാറ്റി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് എടുത്തിട്ട് ഈ ഒരു ഇവിടെ x3 കൂടെ വേണമല്ലേ. ഓക്കെ, എന്നാലേ അത് ഓക്കെ. അപ്പോൾ x1 x2 x3 വെച്ചിട്ട് നമുക്ക് ഈ മെട്രിക്സ് ഈ 1 0 1 0 1 -1 എടുത്ത് എഴുതിയിട്ട് x1 x2 x3 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി നോക്കാം. ഇവിടെ ഒരു 0 കൂടെ വേണമല്ലേ, വേണ്ടി വരില്ല, വേണ്ട. ഓക്കെ, ശരി. അപ്പോൾ അതടുത്തത് അപ്പോൾ 1 0 1 0 1 -1 x1 x2 x3 = 0 0. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 1 × x1 + 0 × x2 1 × x3, അതായത് x1 + x3 = 0 എന്ന് വരും. 0 × x1 1 × x2 - 1 × x3, അതായത് x2 - x3 = 0 എന്ന് വരും. നമുക്കറിയാം x3 മാത്രമേ എന്തുള്ളൂ, ഫ്രീ വേരിയബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാം ഈ ഒരു ഫ്രീ വേരിയബിളിൻ്റെ ടേംസിൽ മാറ്റണം. അപ്പോൾ x1 = -x3, x2 = x3 എന്ന് വരും. നമുക്ക് സൊല്യൂഷൻ x1 x2 x3 അല്ലേ, x1 പകരം -x3 എന്ന് കൊടുക്കാം, x2 പകരം x3 കൊടുക്കാം, x3 പകരം x3 തന്നെ. അപ്പോൾ ഇങ്ങനെ മാറ്റുന്നതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ വേരിയബിൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഫ്രീ വേരിയബിളിന് എല്ലാത്തിലും ഫ്രീ വേരിയബിൾ ഉണ്ടായിരിക്കും, അപ്പോൾ പുറത്തേക്ക് എടുക്കാം. ഇതൊക്കെ ലോജിക്കുള്ളവർക്ക്, ചെയ്ത് പരിചയമുള്ളവർക്ക് പെട്ടെന്ന് കത്തും. ഓക്കെ, x3 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ -1 1 1 എന്ന് വരും. ഈ വെക്ടറാണ് നമുക്ക് ആവശ്യം. ഈ കിട്ടിയ ബേസിസ് ആയിട്ട് വരുന്ന ഈ വെക്ടറാണ് വരിക. അതായത് നിങ്ങൾ നൾ സ്പേസിൻ്റെ ബേസിസിലേക്കൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, നിങ്ങൾക്ക് ഇവിടെ ഒരു വെക്ടർ കിട്ടും.
ഈ വെക്റ്റർ നമ്മുടെ u1 u2 യൂസ് ചെയ്തിട്ടല്ലേ ഇപ്പോൾ ഈ മെട്രിക്സ് ഫോം ചെയ്ത് ഒക്കെ ചെയ്തത്. ആ u1നും u2നോടും ഓർത്തോഗണലായിരിക്കും ഈ വെക്റ്റർ. നിങ്ങളത് പ്രൂവ് ചെയ്യാൻ നിൽക്കേണ്ട, ആയിരിക്കും, ഉറപ്പായിട്ടും ആയിരിക്കും. അപ്പോൾ ഈ വെക്റ്റർ വിൽ ബി, ഇതൊന്നും നിങ്ങൾ എഴുതണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പിൽ, ഇത് ഓൾറെഡി ഓർത്തോഗണലായിരിക്കും, നോർമലൈസും കൂടെ ചെയ്ത് വെക്കാം. ഇതിനെ നോർമലൈസും കൂടെ ചെയ്ത് വെക്കുക. എന്താ നോർമലൈസ് ചെയ്യാൻ ചെയ്യേണ്ടത്, ആ വെക്റ്ററിനെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. -1 1 1ന് റൂട്ട് ഓഫ് നോം, അതായത് -1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1, അത് √3 വരും. അപ്പോൾ -1 1 1 എന്നുള്ളത് -1/√3 1/√3 1/√3 ആയി മാറി u3 എன்ற ഒരു പുതിയൊരു വെക്റ്റർ കിട്ടും. ഓക്കെ, അവസാനിക്കാൻ പോകുന്നു. 9ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംഗുലർ വാല്യൂ ഡികമ്പോസിഷൻ എഴുതാനുള്ള 3 മെട്രിക്സുകൾ ഫോം ചെയ്യുക. ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചെന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. എവിടെ നിന്നാണ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത് നല്ല ധാരണ വേണം. ഓക്കെ, ഫോം ദ മെട്രിക്സസ് u സിഗ്മ v ട്രാൻസ്പോസ്. കാരണം സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് a = u സിഗ്മ v ട്രാൻസ്പോസ് എന്നാക്കി എഴുതലാണ്. അപ്പോൾ അതിൽ വേണ്ട യുവും സിഗ്മയും v ട്രാൻസ്പോസ് എന്താണെന്നറിയാതെ ഒരു കാര്യമില്ല എന്ന് പറയുന്നില്ല, ഇത്രയും ചെയ്തതല്ലേ. ഓക്കെ, ഇത്രയും ചെയ്തത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിയണം. u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമുക്ക് ഒരു u1 u2 പിന്നെ ലാസ്റ്റ് ആ u1 u2 വെച്ചിട്ട് ഒരു u3 കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ആ u1 u2 u3 നിരത്തി എഴുതി കൊടുക്കുക. ഇത് നിങ്ങൾ മസ്റ്റായും അറിഞ്ഞിരിക്കണേ, എങ്ങനെയാണ് യുവും സിഗ്മയും v ട്രാൻസ്പോസ് എഴുതുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 3 u1 u2 u3 കിട്ടിയിട്ടുണ്ടാവും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഈ ഇവിടെ കിട്ടിയ റാഡിക്കൽസ് ഒഴിവാക്കിയത് വെച്ച് ചെയ്യരുത് കേട്ടോ. അതല്ല നമുക്ക് വേണ്ടത്. ഇതാണ് ശരിക്കുള്ള u1 u2. മറ്റേത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇത് വേണം യൂസ് ചെയ്യാൻ, u1 u2 പിന്നെ നമുക്ക് കിട്ടിയ നോർമലൈസ് ചെയ്ത ഈ വെക്റ്റർ. ഓക്കെ, അത് കോളംസ് ആയിട്ട് എഴുതി കൊടുക്കുക. u കിട്ടി. ഇനി സിഗ്മ എഴുതാൻ ഒരു പണിയില്ല, ജസ്റ്റ് ശ്രദ്ധിച്ചോളൂ. ഈ ഡയഗണൽ ഉണ്ടല്ലോ, എന്തായാലും 3/2 മെട്രിക്സ് ആയിരിക്കും. എൻ്റെ അതേ എ എന്താണോ ഓർഡർ അതേ ഫോമാറ്റായിരിക്കും സിഗ്മ എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗണലിൽ നമുക്ക് ഒരു സ്ക്വയർ മെട്രിക്സ് അല്ലാത്തതുകൊണ്ട് ഡയഗണലിൽ കൺഫ്യൂസ് ആവരുത്, ഇങ്ങനെ വരുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഡയഗണലിൽ അങ്ങനെ അലച്ചാൽ മതി. അതിൽ സിഗ്മ 1 സിഗ്മ 2 കൊടുത്താൽ പണി തീർന്നു. സിഗ്മ 1 എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ? സിംഗുലർ വാല്യൂ ആണ്, ഫസ്റ്റ് സിംഗുലർ വാല്യൂ, മറ്റ് സെക്കൻഡ് സിംഗുലർ വാല്യൂ കൊടുത്തിട്ട് സിഗ്മ എഴുതാം. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണേ. സിഗ്മേൻ്റെ ഈ ഫോമാറ്റ് അത് സ്ട്രക്ചറിനനുസരിച്ച് വ്യത്യാസം വരും. ഓക്കെ, ശരി. ഇനി v ട്രാൻസ്പോസ്, ഇവിടെയും കൺഫ്യൂസ് ആവാതിരിക്കാൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഫ്രം സ്റ്റെപ്പ് 4. ഞാൻ അവിടെ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ v1 v2 നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിൽ ചെയ്ത് വെച്ച ഓർത്തോ നോർമലൈസ് ചെയ്ത് വെച്ച v1 v2 ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ അത് യൂസ് ചെയ്തിട്ട് v ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അതായത് v1 v2 എഴുതിയിട്ട് മെട്രിക്സ് എഴുതുക, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ഓക്കെ, അപ്പോൾ v1 v2 ഇതാണ് നമുക്ക് കിട്ടിയത്. v1 ഇതായിരുന്നു, v2 ഇതായിരുന്നു. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ വരും. അപ്പോൾ v ട്രാൻസ്പോസും എവിടെ നിന്നാണ് v1, കുറേ u1 u2 v1 v2 x1 x2 ഒക്കെ എഴുതിയോണ്ട് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സ്റ്റെപ്പ് 4ത്തെ ലാസ്റ്റ് മെട്രിക്സുകളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എഴുതാം. ഫൈനൽ ആൻസറിൻ്റെ പേജ്, ഓക്കെ, 10ാമത്തെ സ്റ്റെപ്പ് ഫൈനൽ ആൻസറാണ്. ഇതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ. ദ സിംഗുലർ വാല്യൂ ഡികമ്പോസിഷൻ ഓഫ് എ എന്ന് പറഞ്ഞിട്ട് ജനറൽ ഫോമായിട്ട് എഴുതി കൊടുക്കുക. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതാണ്, യു എന്ന മെട്രിക്സ് ഇതാണ്, സിഗ്മ പറഞ്ഞ മെട്രിക്സ് ഇതാണ്, വി ട്രാൻസ്പോസ് ഇതാണ്. ഓക്കെ, ഇതാണ് ഫൈനൽ ആൻസർ. ലെങ്തി ആണെന്ന് അറിയാം, പക്ഷേ ചെയ്ത് പഠിച്ച് പൊക്കോ. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുറേ മുമ്പത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും പറ്റും, നിങ്ങളത് പ്രാക്ടീസ് ആവുകയും ചെയ്യും. ഓക്കെ, മാക്സിമം ഷോർട്ടാക്കാൻ പാകത്തിന് നിങ്ങൾ ഷോർട്ടായിക്കോ. ഞാനിത് എലാബറേറ്റ് ചെയ്തിട്ട് എല്ലാ സ്റ്റെപ്പും വലിച്ചു വാരിയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാം ഒന്നും എഴുതണമെന്നില്ല. ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ ഞാനിതിൻ്റെ ഒരു എക്സസൈസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം, ചെയ്ത് നോക്ക്. ഫൈനൽ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം.